നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് 2025 ജനുവരി മാസം 24-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. വെള്ളിയാഴ്ചത്തെ മലയാള തീയതി 1200-ാം ആണ്ട് മകരമാസം 11-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതി മാഘമാസം 4-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:46, അസ്തമയ സമയം വൈകുന്നേരം 6:23. തിഥി ദശമിതിഥിയാണ്. ദശമിതിഥി രാത്രി 7:21 വരെ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ 5:10 അതായത് സൂര്യോദയത്തിന് മുമ്പാണ് അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത്. 5:10 AM. ഈ അനിഴ നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച സൂര്യോദയ സമയം കഴിഞ്ഞ് 7:10. അപ്പോൾ ഈ നക്ഷത്രം ഒരു ദിവസം പൂർണ്ണമായിട്ടും ഉണ്ട്. അത് കഴിഞ്ഞ് അല്പനേരം കൂടെ വരും. അപ്പോൾ ശനിയാഴ്ച ദിവസം രാവിലെ 7:10 വരെ അനിഴ നക്ഷത്രം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഏതൊക്കെ സമയത്താണ്? വെള്ളിയാഴ്ച രാവിലെ 5:10 മുതൽ ശനിയാഴ്ച രാവിലെ 7:10 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വെള്ളിയാഴ്ച ദിവസം അനിഴ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അനിഴ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ചിത്തിര, ഉത്രം, പൂയം, ആയില്യം, പൂരുട്ടാതി, ഉത്രട്ടാതി, വിശാഖം. ഈ 7 നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നു. അശ്വതി, ഭരണി, മകം, അത്തം, ചോതി. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട്. അതായത് അനിഴ നക്ഷത്രപ്രകാരമാണ് ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ നാളുകാർ സൂക്ഷിക്കുക. പ്രതികൂലങ്ങളിലൊക്കെ അകപ്പെടാതെ, പ്രതിസന്ധികളിൽ അകപ്പെടാതെ പരമാവധി ശ്രമിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:46 മുതൽ 8:16 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:46 മുതൽ 11:16 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:26 മുതൽ ഉച്ചയ്ക്ക് 11:26 മുതൽ ഉച്ച കഴിഞ്ഞ് 2:16 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 3:46 മുതൽ 5:16 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയം നോക്കി ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും പതിവ് പോലെ ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 24 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അവർ കടും നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ UVW എന്നീ അക്ഷരങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. അതായത് അത്യുത്തമമായ, ഉത്കൃഷ്ടമായ നല്ല അനുഭവങ്ങൾ അവർ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പിന്തുടരുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ചെറിയൊരു വീഡിയോയാണ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അനുകൂലവും പ്രതികൂലവുമാണോ എന്നുള്ള കാര്യം വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ ദിവസത്തെ അനുഭവങ്ങൾ, മനുഷ്യജീവിതത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇന്നത്തെ അനുഭവം ആയിരിക്കില്ല നാളത്തെ അനുഭവം. അത് നക്ഷത്രം മാറുന്നത് കൊണ്ട് വരാം, ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മാറ്റം വരുമ്പോൾ, ഈ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ഒക്കെ മാറുമ്പോൾ മനുഷ്യജീവിതത്തിലെ അനുഭവങ്ങൾക്ക് മാറ്റം വരുന്നു. ചിലപ്പോൾ നല്ല അനുഭവമായിരിക്കും, ചിലപ്പോൾ പ്രതികൂലമായ അനുഭവമായിരിക്കും വന്നു ചേരുക. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിവാണ് നമ്മളെ എപ്പോഴും നന്മയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അറിവുകൾ പറഞ്ഞു തരുന്നത്. ജനുവരി മാസം 31-ാം തീയതി രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ പങ്കുചേരുക. ഞാൻ എത്ര പ്രാവശ്യം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവർ, വലിയൊരു ദോഷമാണ്. ഈ കഴിഞ്ഞ ദിവസം വിദേശത്തുള്ള ഒരു വ്യക്തി
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കോടികളുടെ നഷ്ടമാണ് വന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാഹുവിൻ്റെ അപഹാര സമയം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നഷ്ടമാണ് വന്നത്. രാഹുവിൻ്റെ അപഹാര സമയം, വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാര സമയം വന്നപ്പോൾ അദ്ദേഹത്തിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഒരു നാമമാത്രമായ തുക കൊടുത്ത് ഒരു രാഹുകേതു ദോഷ നിവാരണ പൂജ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു വലിയ പരാജയമൊന്നും വന്നു ചേരത്തില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവർക്ക് ഒരു അറിവ് പറഞ്ഞു തരുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും തടസ്സവും പരാജയവും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ, ശ്വാസമുട്ടൽ, വലിവ്, അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് രാഹു കേതു ദോഷത്താലാണ്. അപ്പോൾ അതിനുള്ള ഒരു സർവീശ്വര പൂജ വളരെ ചെറിയ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയോ ലാഭം ജീവിതത്തിൽ എത്ര ലാഭകരമായ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിങ്ങൾക്ക് ആശുപത്രി തോറും കയറി ഇറങ്ങി നടക്കണ്ട, നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകില്ല, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അവിടെ തടസ്സം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ഇഷ്ടമുള്ളവരൊക്കെ ചേരുക. ഇത് എല്ലാ മാസവും രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുന്നുണ്ട്. ഈ മാസം പൈസ ഇല്ലെങ്കിൽ അടുത്ത മാസം ചേരുക. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിനകത്ത് പങ്കെടുക്കുക. ഇനി ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. അതായത് അനിഴ നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാനുള്ള സാധ്യത എന്നുള്ളത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ചിത്തിര, പൂരം, പൂയം, മകയിരം, ഭരണി, ഉത്രട്ടാതി, അവിട്ടം, പൂരാടം, ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ചിത്തിര, പൂരം, പൂയം, മകയിരം, ഭരണി, ഉത്രട്ടാതി, അവിട്ടം, പൂരാടം, അനിഴം, ഇത്രയും നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം ധനം വന്നു ചേരുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഈ നാളുകാർ വെള്ളിയാഴ്ച ദിവസം ധനപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്ജ്.